കേരള ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പോര് യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് തെരുവിലേക്ക് വലിച്ചഴിക്കപ്പെട്ടുകയാണ്. തെരുവിലെ ഗവർണർ തടയുന്നു, DYFIക്കാർ അതുപോലെ തന്നെ SFIക്കാർ തടയുന്നു. SFIക്കാർക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ പോലീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ആ SFI നേതാവായിട്ടുള്ള ആ ഒരു ആർഷോ എന്ന് പറയുന്ന ഒരു പയ്യൻ, അയാളെ പോലീസ് ഓമനിച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച കാണാനിടയായി. ആർഷോ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അങ്ങ് പിടിച്ച് പോലീസ് അയാൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും പോലീസിന് പ്രശ്നമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ആർഷോയ്ക്ക് എന്ത് ചെയ്യാം, ആ ഒരു തീട്ടൂരും അയാൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി. അതാണല്ലോ നമ്മൾ കാണുന്നത്. ഈ രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അയാളെ പിടിച്ച് സാധാരണ നേരെ മറിച്ച് വേറൊരു പയ്യനെ പിടിച്ചതാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു, അവനെ അടിച്ച് ചവിട്ടി കൂട്ടി നാശമാക്കുന്നത് നമ്മൾ കണ്ട്. പക്ഷേ ഇവനെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തുവാ, എൻ്റെ കൂടെ വാ മോനെ വാ മക്കളെ ആർഷോ വാ എന്നുള്ള രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ആർഷോ ഒക്കെ ഇവരുടെ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. അയാളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഏതായാലും ഗുണ്ടാപ്പണി കാണിക്കുന്ന ആളുകളെ ആ രീതി കൈകാര്യം ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നതിന് പകരം ഈ രീതി പ്രീണിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് അതൊരു വലിയ പ്രചോദനമാണ്. കാരണം SFI ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ DYFI ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇന്നലെ വെഞ്ഞാറമൂട് ഉണ്ടായ സംഭവം എല്ലാവരും കണ്ടതാണ്, മാധ്യമങ്ങളിലൊക്കെ ഉള്ളതാണ്. DYFIക്കാർ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലേക്ക് അങ്ങോട്ട് കയറി അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ എല്ലാം അടിച്ച് ചവിട്ടി കൂട്ടുകയാണ്. ഒരു പ്രശ്നമില്ല അവരുടെ പേരിൽ. അപ്പോൾ പോലീസ് അവരുടെ പേരിലൊക്കെ ഇപ്പോൾ കേസെടുത്തേക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വളരെ കാര്യം. എന്നാൽ ഈ പോലീസ് അവിടെ വെച്ച് അവരെ തടഞ്ഞ് അടിച്ചോടിക്കാനുള്ള ഒരു ആർജവം ഈ പോലീസുകാർ കാണിക്കുന്നില്ലല്ലോ. പോലീസിൻ്റെ ആസ്ഥാനത്ത് അങ്ങോട്ട് ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അതിൻ്റെ കോമ്പൗണ്ടിൽ കയറി ആളുകളെ അടിക്കുക, അത് നോക്കുകുത്തികളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക പോലീസുകാർ. അവർ സൂഹിക്കുകയാണ്. കാരണം DYFIക്കാരെ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ യജമാനൻ രാജാവ് അവർക്കെതിരെ നീങ്ങും. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അവരെ കഴിയുന്നിടത്തോളം പ്രീണിപ്പിച്ച് ഏതെങ്കിലും വിധത്തിൽ കൊണ്ടുനടക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ പോലീസ് സേന അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഖേദകരമായ ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. ഇങ്ങനൊരു റിക്വസ്റ്റ് കിട്ടിയാൽ പോലും അത് യൂണിയൻ ഗവൺമെൻറ് ഇന്ന് അതിന്മേളിൽ ആക്ട് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു മേൽക്കൈ കിട്ടുന്നതിന് തുല്യമാവും ആ രീതിയിലൊരു റിക്വസ്റ്റ് സ്വീകരിച്ചിട്ട് ഈ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിച്ചാൽ. അതുകൊണ്ട് അവർക്ക് CPM ഒരു മേൽക്കൈ കൊടുക്കാനായിട്ടൊന്നും ഒരിക്കലും BJP ഗവൺമെൻറ് കൂട്ടുനിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇനി എന്താ അതിൻ്റെ പുറകെ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. ഒത്തുകളിലേക്ക് ഒരുപാടുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കാണുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇത് അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. മാത്രവുമല്ല, ആ തിരിച്ചു വിളിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. കാരണം ഇദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നു, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി BJPക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അലിഗേഷൻ ആരോപണമാണല്ലോ ഉള്ളത്. അതിനെ ശരിവെക്കുന്ന വിധത്തിലാവും അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചാൽ. അതുകൊണ്ട് ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കാൻ. അങ്ങനെ ഇല്ലാത്തപ്പോൾ വീണ്ടും വളരെ ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ വളരെ വലിയ കോൺസിക്വൻസ്, അതിൻ്റെ അനന്തരഫലങ്ങളെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യവുമായിരിക്കും. അതായിരിക്കും നമുക്ക് കാണാനുള്ളത്.